ഡബ്സി എന്ന് പറയുന്ന പേര് അത് ഒരു സ്ഥലത്ത് ഞാൻ കേട്ടു, എന്താ ഡബ്ബാന്ന് ഡബ്ബൂന്ന് അങ്ങനെ എന്തോ വിളിച്ച്. രണ്ട് സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് എന്റെ നാട്ടില് മൊയ്തുണിക്ക മൂപ്പര് നിര്യാതനായിരിക്കും. അപ്പൊ ആ ഒരു ആളുടെ ഒരു ആളെ നാട്ടുകാരൊക്കെ അഭിസംബോധന ചെയ്തതിന് ആ ഒരു പേരിലായിരുന്നു ഡബ്ബക്ക എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ ആ സമയം എന്റെ ചൈൽഡ്ഹുഡ് ഒരു 7th അല്ലെങ്കിൽ 6th അർത്ഥത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ ടിഫിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകണ ചോറ്റും പാത്രത്തിന് കൂടെ കൊണ്ടുപോകണ എനിക്ക് കുറച്ചധികം ചെറിയ ചെറിയ ഡബ്ബകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിങ്ങനെ വന്ന് ഡബ്ബ 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 ആദ്യം കേൾക്കുമ്പോൾ ഒരു അസ്വാരസ്യതകളിൽ നിന്നും അതിനെ ഞാൻ ഭയങ്കരമായ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് നെയിമായിട്ട് ഇങ്ങനെ എല്ലാവരും വിളിക്കലതായി. ഫാസിൽ എന്നുള്ള പേര് മാറി പലരിന്റെ യഥാർത്ഥ നാമം അറിയാത്ത അവസ്ഥ വരെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടിൽ ഡേറ്റ് നോബഡി നോസ്. എന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് ഫാസിൽ അൻവി എന്നാണ്. എല്ലാരും പേര് ഡബ്സിന്നോ അല്ലെങ്കിൽ സംതിങ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അത് ചൈൽഡ്ഹുഡ് ആ ഒരു സ്കൂൾ ടൈമാണ് അതിന്റെ റീസൺ. അത് മാറ്റണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? മാറ്റണം എന്ന് തോന്നിയില്ല. പിന്നെ ഡബ്ബ പിന്നെ ഡബ്സി ആയി. ഏതോ അത് എനിക്ക് തോന്നുന്നു +1 അതിന്റെ റിയാസ്, ഷബീർ, സൽമാൻ അല്ലെങ്കിൽ രമേശ്, സൽമാൻ, ആ ഒരു നൗഫൽ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ ഈ പാട്ടിനോട് ഭയങ്കര താല്പര്യം തോന്നി. അങ്ങനെ ഇത് ബാൻഡ് ഡബ്ബ എന്നുള്ള രീതിയിൽ ബാൻഡൊക്കെ രൂപീകരിക്കാനുള്ള മൂഡ്. പിന്നെ പൊന്നാടിയിലൊക്കെ പോയിട്ട് 2 പാട്ടൊക്കെ കൂട്ടി ഇത് കടുവ കൂട്ടേരി എന്നൊക്കെ പറഞ്ഞിട്ട് അനീസ് ജസീം എന്നൊക്കെ സുഹൃത്തുക്കൾ. അപ്പൊ തന്നെ എങ്ങനെയും എന്തെങ്കിലും ആക്കാന്നുള്ള മൂഡായിരുന്നു. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് പോയിട്ട് ഒരു ആർട്ടിനെ ഫോളോ ചെയ്യാൻ പോകുന്നവർക്ക് ഒരു രക്ഷയില്ല. വെച്ചാൽ അവരെ ഇട്ടെറിഞ്ഞിട്ട് അവസാനം എവിടേക്കെങ്കിലും ഓടേണ്ട അവസ്ഥ വരും. നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുള്ളൊരു മേഖലയാണ് കല ചൂസ് ചെയ്യുന്നവർ അന്ധകാലത്ത്. പക്ഷെ ഇന്നത് മാറി, ഭയങ്കര ചെയ്യുന്നില്ല. അപ്പൊ അന്ന് അത് ചെയ്ത് നോക്കി വർക്ക് ആവാത്തതല്ല, അതിൽ നിൽക്കാൻ കഴിയില്ല നമുക്ക്. പോന്ന് പിന്നെ തിരിച്ച് അതിൽ തന്നെ വരേണ്ട ഒരു അവസ്ഥ കിട്ടി. അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് കാണും. ഈ ഫാൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കൂടുന്നുണ്ട്. സോ അതൊരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഡബ്സിയുടെ അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അത് ആസ്വദിക്കുകയാണോ അതോ ചില സമയത്ത് അതൊരു പ്രൈവസിനെ ബാധിക്കുന്നുണ്ടോ? നോർമലി എല്ലാ സെലിബ്രിറ്റീസിനോടും ചോദിക്കണം. ഞാൻ അങ്ങനെ ഒരു വേറൊരു വ്യക്തിയായിട്ട് ഞാൻ എവിടെ നടക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ചായ പിടിക്കണമെങ്കിൽ ചായക്കടയിൽ പോയിട്ട്, ചെറിയ ചായക്കടയിൽ പോയിട്ട് ചായ പിടിക്കണമെങ്കിൽ ചെറിയ ചായക്കടയിൽ തന്നെ പോകണം. അപ്പൊ ജിജി 10,000 ചെലവാക്കിട്ട് ഞാൻ കാര്യം നല്ല കുഞ്ഞബ്ദുക്കാടെ ചായട്ടുണ്ടെങ്കിൽ അവിടെ 2 അടി. 2 ആളൊന്ന് ഓണടിച്ച് മൂപ്പര് നോക്ക അവിടെ നിക്കലുണ്ടുള്ള വേണമെങ്കിൽ ഇവിടെ അവരേതായ രീതിയിൽ പോണ ആൾക്കാരാ. അപ്പൊ അവരാ നല്ല വൃത്തിക്ക് അടിച്ചേരണം, നല്ല അവര് ചായ കുടിക്കണേ വേറെ എവിടെയും പോയാൽ കിട്ടില്ല. അപ്പൊ ഇനി പെരയിൽ ഓർഡർ ചെയ്താലോ കിട്ടൂല. അപ്പൊ അത് കുടിക്കണേ ഞാൻ എന്താ കേട്ടോ 6 മണി വരെ മൂപ്പരുണ്ടാവുള്ളൂ. ഇക്ക് വേണ്ടിട്ട് 10 മണി വരെ മുമ്പിൽ ഓപ്പൺ ആക്കൂല. അമ്മാതിരി പൂളിയും പോട്ടി തിന്നാ കൊടുക്ക പോവാ. ഞാൻ ചോദിക്കാം